യുണീക്ക് ആയിട്ടുള്ളൊരു ആശയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വേറെ എവിടെയും ഉണ്ടാവാത്തതാണ് ഒരു അതിന്യൂനതമായ ഒരാശയം എന്നൊക്കെ പറയുന്നതിൽ അത്ര അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല അതിൻ്റെ ഒരു കീ ഫാക്ടർ. ചിലപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മക്ഡൊണാൾഡ്സും ബർഗർ കിങ്ങും. എവിടെയൊക്കെ മക്ഡൊണാൾഡ്സ് ഉണ്ടോ അവിടെയൊക്കെ ബർഗർ കിങ്ങിനെ കാണാൻ പറ്റും. അപ്പോൾ ബർഗർ കിങ്ങിൻ്റെ സ്ട്രാറ്റജി തന്നെ മക്ഡൊണാൾഡ്സ് പോയി എസ്റ്റാബ്ലിഷ് ആവുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഒരു സ്ട്രീറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ നേരെ മുന്നിൽ തന്നെ നമുക്കൊരു ബർഗർ കിങ്ങിനെ കാണാം. അപ്പോൾ അവർ കാണുന്ന അഡ്വാൻറ്റേജ് എല്ലാ റിസർച്ചും എല്ലാ സ്റ്റഡീസും എല്ലാം മക്ഡൊണാൾഡ്സ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ബർഗർ കിങ്ങിൻ്റെ കാര്യം വളരെ എളുപ്പമാണ്. മക്ഡൊണാൾഡ്സ് തുടങ്ങിയ ഒരു സ്ഥലത്ത് വേറെ റിസർച്ചുകളൊന്നും ചെയ്യാതെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി അവർക്ക് വേണ്ടു. അപ്പോൾ അതുകൊണ്ട് അവിടെ അത് പുതിയ ആശയമല്ല ബർഗർ കിങ്ങിനുള്ളത്. അവരും സക്സസ്ഫുൾ അല്ല എന്നല്ല, അവർ നമ്പർ 1 അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആശയം യുണീക്ക് ആവണം എന്നില്ല. എന്നാലൊരു യുണീക്ക് ആവുമ്പോൾ ഉള്ള ചില പോരായ്മകളുണ്ട്. കാരണം നമ്മുടെ പുതിയ ആശയം ആളുകൾക്ക് എത്രത്തോളം അത് അപ്പീലിംഗ് ആവും, എത്രത്തോളം അത് അവരെ ആകർഷിക്കാൻ സാധിക്കും നമുക്കറിയില്ല. ചിലപ്പോൾ ആശയം വലിയ ഗംഭീരമായിരിക്കും, പക്ഷേ അതിൻ്റെ മാർക്കറ്റബിലിറ്റി, അതിന് സ്കെയിലപ്പ് ചെയ്യാനുള്ള അതിൻ്റെ പോരായ്മകൾ അങ്ങനെ പലതും വരാം. അപ്പോൾ പുതിയ ആശയം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ റിസ്ക്കുകളും എന്നാൽ അതിൻ്റേതായ മെച്ചങ്ങളുമുണ്ട്.